ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ പവർ ടീം ഒന്നുകൂടി ബിൽഡായിട്ടുണ്ട്. ഗബ്രിയും ഋഷിയും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് സായി ബ്രോയും നന്ദനയും ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. നന്ദനയുടെയൊക്കെ ഒരു ഡിബേറ്റ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സിജോവിനെ ഇവർ രണ്ടുപേരും കൂടി തേച്ചു, സായി ബ്രോയും നന്ദനയും കൂടി. അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ല. കാരണം സിജോനെ ജിൻഡോ ഒക്കെ പറയുന്നുണ്ട്, സിജോ ഒന്നും ഇപ്പോൾ പുറത്തുപോയി കളി കണ്ടിട്ട് വന്നാൽ ഞാനിവിടെ ഇരുന്നിട്ട് പഠിച്ചെടുത്തിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ജിൻഡോൻ്റെ കൂടെ ഇരുന്ന ആൾക്കാർ തന്നെ വേനയാണ് ഇപ്പോൾ. ജിൻഡോൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അതാണ്. ജിൻഡോനെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡാഷുകളുണ്ട്, പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല എന്നുള്ളതാണ് സത്യം. അത് ആരിപ്പോൾ തർക്കിച്ചാലും 100 കമൻറ്റ് വന്നാലും സത്യം അതാണ്. ജിൻഡോനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഋഷിയെ പിടിച്ചൊരു ഞെക്കിയപ്പോൾ ഋഷിയും എതിർക്കാൻ തുടങ്ങി. വേറെ വല്ലൊരു ഞെക്കിന്ന് വെച്ചാൽ ഋഷി ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ആദ്യം തന്നെ ഋഷിക്ക് ഒരു ഞെക്ക് കിട്ടിയത് കൊണ്ടാണ് ഋഷി പൊട്ടിത്തെറിച്ചതും. പിന്നെ ഗബ്രിയായിട്ട് ഇഷ്യൂ വന്നപ്പോഴും ഋഷി അതിന് റിയാക്ട് ചെയ്തത് അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഋഷി പറയും അങ്ങനെയൊന്നും ചെയ്യില്ല, ജിൻഡപ്പൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സ്വയം അനുഭവം വന്നപ്പോൾ പഠിച്ചു. പിന്നെ ജയിലിൽ പോയി സിഗരറ്റ് വലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും എന്താ സത്യാവസ്ഥ ഒന്നും അറിയില്ല. അത് ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു, ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിലായിരുന്നു. എന്തിന് സിജോ തിരിച്ചു വന്നത് ഓക്കെ, രതീഷിനെ എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു 3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോകും എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. രതീഷിനെ ശരിക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റീജോയിൻ ചെയ്താണ് പുള്ളി, ഗെറ്റ് ടുഗദറൊക്കെ പോലെ. അതും 50ാമത്തെ എപ്പിസോഡ് വരുന്ന സമയത്ത് തന്നെ രതീഷിനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് പുള്ളി ഇനി തുടർച്ചയായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പോൾ അതേപോലെ കാണിക്കുകയാണെങ്കിൽ നാട്ടുകാർ പിന്നെയും വെളിയിലേക്ക് അയക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഹൗസിലുള്ള കുറച്ച് പേരെക്കാട്ടിലും ബെറ്റർ രതീഷാണ്. ആ ഒരു വെരി സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം വെറുപ്പിക്കലാണെങ്കിലും പുള്ളി വേണമായിരുന്നു അവിടെ. പുള്ളി നല്ലൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു രസമായിരുന്നു ചില സമയത്തൊക്കെ. ചില സമയം ഓവർ ആക്ട് ചെയ്ത് ചളവാക്കും, മറ്റേ സാധനം പോലെ. എന്താ പറയുക, നമ്മുടെ ജഗദീഷ് ഏട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറില്ലേ, അപ്പുകുട്ടൻ, അതുപോലെ. എന്താ ഒരു അവസ്ഥ നോക്കുക ബിഗ് ബോസിൻ്റെ. ഞായറാഴ്ച മറ്റേ 50ാമത്തെ എപ്പിസോഡിൻ്റെ അഭിവാദ്യങ്ങളൊക്കെ അറിയിച്ച അഖിൽമാരർ തിങ്കളാഴ്ച തന്നെ നല്ല 8ൻ്റെ പണി കൊടുത്തു. അവിടെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നടിച്ച് പറഞ്ഞു. സിബിൻ്റെ ആ ഒരു ഇഷ്യൂ ഇത്തിരി മൂർധന്യാവസ്ഥയിൽ എത്തിയതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. പിന്നെ പുള്ളി ടോട്ടലായിട്ട് ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിനെ ഒന്നടങ്കം പറയുകയല്ല ചെയ്തത്. അതിലുള്ള 2 പേർ, ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന 2 ഡാഷുകൾ ആണ് പ്രശ്നം. അതാരാണെന്ന് അറിയില്ല, ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ. അതുപോലെ തന്നെ പ്രശ്നമല്ലാത്ത മെയിനായിട്ടുള്ള ആളുകളുടെ കാര്യവും പറഞ്ഞു. വളരെ നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായി അവർ ലൈവിൽ തന്നെ. മറ്റു പലരും പല പോസ്റ്റ് ഇടുന്നുണ്ട്. അത് വളരെ വൾഗറായിട്ട് ലാലേട്ടനെ വരെ തെറി പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോസ്റ്റ് ഇടുന്നത്. പെണ്ണുപിടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മെയിനായിട്ട് ലാലേട്ടനെയൊക്കെ പറഞ്ഞിട്ട് ചില ഊളകൾ അവസരം മുതലെടുക്കുന്നുണ്ട്. ആ ഒരു ഷോവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടാവാം, ഇല്ലാതിരിക്കാം. അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകൾ വന്നാലേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരെയൊക്കെയാണ് അവർ യൂസ് ചെയ്തതെന്നുള്ളത് പറയണമെന്നൊക്കെ പറഞ്ഞാൽ ലേഡീസിൻ്റെ പേരാണ് ബൈ. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? ആർക്കൊക്കെയാണ് എന്തൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വേറൊരാൾ പറയാൻ പറ്റില്ല. അതിൽ വിക്ടിം ഇവരാണ്, അവരാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ മെൻഷൻ ചെയ്യുന്നു. സെറീന എന്തോ ഇതിന് സപ്പോർട്ട് ചെയ്തു, അഖിൽമാരിട്ട വീഡിയോനെ. ഫാമിലിയൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 ആണുള്ളത്. അതൊരു ഫാമിലിയൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഫാക്റ്റ് ലോകം അറിയണം എന്നുള്ള രീതിയിൽ, ഓഡിയൻസ് അറിയണം എന്നുള്ള രീതിയിൽ സെറീനയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുടെയും അങ്ങനെ പ്രതികരണമൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. വേറെ ആർക്കും ഇനി പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണോ അതോ ഇനി പേടിച്ചിട്ടാണോ ഒന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പറയാനെങ്കിൽ പറയട്ടെ. പറയില്ല, കൂടുതൽ ആളുകൾ പറയില്ല. ലേഡീസ് അങ്ങനെ പറയൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അഖിൽമാരനെ അടുത്ത വല്ല വീഡിയോസും ഇടുവാണെങ്കിൽ പുള്ളി ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രമുഖ ഓൺലൈൻ താരങ്ങളൊക്കെ വന്നു. പുള്ളി ജനറലൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആ ഒരു ആദ്യത്തെ 2 വീഡിയോയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പുള്ളി വൈകാരികമായി സംസാരിക്കുന്നുണ്ട്. അതിലും സിബിൻ്റെ ഇഷ്യൂ സംസാരിക്കുന്നുണ്ട്. സിബിൻ്റെ ഇഷ്യൂവിൽ 2 തരത്തിലുള്ള ടോക്ക് വരുന്നുണ്ട്. ഒന്ന്, സിബിൻ എന്തോ ഡ്രാമ കളിച്ചു സ്റ്റാർട്ടിങ് ടൈമിൽ എന്നൊക്കെയുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നും എനിക്കറിയില്ല സത്യാവസ്ഥ. ഓക്കെ, അതെന്തായാലും കാലം തെളിയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.
അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് എൻ്റെ മോഷൻ മീഡിയയോ ഏഷ്യാനെറ്റോ വല്ലതൊക്കെ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അഖിൽമാരാർ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി അങ്ങനെ വെറും വായിൽ പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആളുടെ ഇതുവരെയുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ട് പ്രവൃത്തി വെച്ചിട്ടും ആൾ വെറും വായാലെ പറഞ്ഞിട്ടില്ല. ആൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആൾ എന്തിനെങ്കിലും പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞാലോ പുള്ളി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാലോ ചെയ്തിരിക്കും. അതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ബ്ലൈൻഡ് ഫാനൊന്നുമല്ല ഞാൻ പുള്ളിയെ ആദ്യത്തെ ഒരു പകുതിയോളം 50 ദിവസങ്ങളോളം വിമർശിച്ചിട്ട് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഒന്ന് ഹൈപ്പായിട്ട് കയറി വന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പുള്ളിയുടെ ടാസ്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് പുള്ളി ജയിച്ചു വന്നത്. പുള്ളിയുടെ ആ ഒരു വിൽ പവർ. പുള്ളി ആ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലായാലും അതിന് വെളിയിലായാലും പുള്ളിയായിട്ട് തന്നെ നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്, ആരും പേടിക്കാതെയാണ് നിൽക്കുന്നത്. ആരെന്ത് വേണമെന്ന് ചെയ്തോട്ടെ, നശിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. നശിപ്പിക്കാനാണ്, നശിപ്പിച്ചോ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഇനി എന്തായാലും ഇതങ്ങനെ പെട്ടെന്ന് എൻ്റെ ആവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിൽ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഷോയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഷോ നിന്ന് പോവേണ്ടി വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റിയോ കാര്യങ്ങളോ ഇല്ല, ഒന്നും അങ്ങോട്ട് രസമില്ല. ഒരാൾക്കാരെ കുത്തിക്കയറ്റേണ്ട അവസ്ഥയാണ്. 2 പേര് പോയി. അതിൻ്റെ ഒരു ഗ്യാപ്പ് വളരെ വലുതാണ്. പൂജയുടെ ആയാലും സിബിൻ്റെ ആയാലും ഗ്യാപ്പ് വളരെ വലുതാണ്. സിബിൻ വന്നിട്ട് ആ ഒരു 2 ആഴ്ച നല്ല അടിപൊളി ആക്റ്റീവായിരുന്നു. ഇത്തിരി ഓവറായി ചില സമയത്തൊക്കെ. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.